നമ്മൾ ഇന്ന് മുറ്റത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. കാരണമുണ്ട്. ഞാനിന്ന് തറവാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ പറയാം. ഇത് കണ്ടോ, എത്ര മീൻ തലയാണ് പൊരിച്ച് വെച്ചിരിക്കുന്നത്. ഇന്ന് മീൻ തലക്കറിയാണ്. പിന്നെ ഇത് ദാഹി ബൈഗൺ എന്ന് പറയും. ഇത് പിന്നെ അവരുടെ സ്ഥിരം ഐറ്റം പരിപ്പ് കറി. എന്ത് വിശേഷം ഉണ്ടെങ്കിലും പരിപ്പ് കറി, പായസം അത് മെയിനാണ്. പിന്നെ ചിക്കൻ, മീൻ എല്ലാം. ഇവിടെ ഞാനും കുഞ്ഞമ്മയുടെ മോളും ഇപ്പം ഞാൻ ഇളക്കുമ്പോൾ അവൾ മസാല ഇടുന്നു, അവളെ ഇളക്കുമ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ അറിയണ്ടേ, വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. അപ്പോൾ ഞങ്ങൾ ഇന്ന് തറവാട്ടിൽ പോവുകയാണ്. തറവാട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പം അതിന് വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ ഞാനും ചേട്ടനും പോവുകയാണ്. മോനും സ്കൂളിൽ പോയിട്ട് നേരെ അങ്ങോട്ടേക്ക് വരും. തറവാട്ടിൻ്റെ അങ്ങോട്ടേക്ക് തന്നെയാണ് സ്കൂള്. അപ്പോൾ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. നോക്കട്ടെ അവിടെ എന്താണ് സ്ഥിതി എന്നൊക്കെ പോയി നോക്കട്ടെ. ഞാൻ എന്താണ് സ്ഥിതി എന്ന് പറഞ്ഞത് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാ കുഞ്ഞമ്മ വലിയൊരു വടിയൊക്കെ കൊണ്ടുവരുന്നത്. ഞാൻ എന്നിട്ട് തമാശ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. കത്തിക്കാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടെ ഏകദേശം കുറേ പണികളൊക്കെ ആയിക്കഴിഞ്ഞു. ഇതെന്താണെന്നല്ലേ കണ്ടോ, അടുപ്പിൻ്റെ ചുവട്ടിൽ. ഈ അടുക്കള നമുക്ക് പരിചയമുള്ള അടുക്കളയല്ലേ, നമ്മളൊരിക്കൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കില്ലേ. അപ്പോൾ അതാ മീൻ പൊരിച്ച് വെച്ചിരിക്കുകയാണ്. മീനിൻ്റെ തല, എത്ര മാത്രം തലകളാണ് പൊരിച്ച് വെച്ചിരിക്കുന്നതെന്ന് കണ്ടോ. ഇവിടെ മീൻകറി വെക്കുമ്പോൾ പൊരിച്ചിട്ടേ മീൻകറി വെക്കുള്ളൂ കേട്ടോ. എല്ലാ കഷ്ണങ്ങളും തലയും എല്ലാം പൊരിച്ചതിന് ശേഷം ആണ് കറി വെക്കുക. ഇതിപ്പോൾ ഈ വിശേഷത്തിന് ചെയ്യുന്നതുകൊണ്ടാണ് എണ്ണയിൽ വറുത്ത് കോരുന്നത്. അല്ലെങ്കിൽ സാധാ എണ്ണയിൽ നമ്മൾ സാധാ പൊരിക്കുന്ന പോലെ തന്നെയാണ് പൊരിക്കാറ്. കുറേ ഐറ്റം ഒക്കെ ഉണ്ട്. ഇന്നൊരു വിശേഷം എന്ന് പറഞ്ഞാൽ തറവാട്ടിൽ ഈ കുഞ്ഞമ്മയുടെ മൂത്ത കുഞ്ഞമ്മ ഇതാ ഞാൻ കണ്ടോ. അപ്പം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് മീൻ പൊരിക്കാൻ. അപ്പോൾ കുറേ പണികളൊക്കെ അവർ ചെയ്തു. പുറത്ത് അടുപ്പിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ റൂമിൻ്റെ ഉള്ളിലുള്ള അടുക്കളയിൽ ഞാൻ മീൻ പൊരിച്ച് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഒരു 4 മണിക്ക് എണീറ്റ് പണികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. കുഞ്ഞമ്മയുടെ മോളും വന്നിട്ടുണ്ട്. ചെറിയ കുഞ്ഞമ്മയും മോളും വലിയ കുഞ്ഞമ്മയും കൂടിയിട്ടാണ്, 3 പേരും കൂടിയിട്ടാണ് ഇന്നത്തെ എല്ലാം ഐറ്റം. ഞാനും കൂടെ ഉണ്ട്. അവർ കുറേ പണികളൊക്കെ ഒരുക്കിയായിരുന്നു. അപ്പോൾ മീനെല്ലാം പൊരിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ തന്നെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് മസാല ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പുറത്തെ അടുപ്പ് ഒഴിഞ്ഞിട്ടില്ല. എന്നിട്ട് പിന്നെ നമുക്ക് അപ്പുറത്തെ വലിയ അടുപ്പിൽ കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ അടുപ്പിൽ ഇവർ ചിക്കൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനത് കാണിച്ചത് ഇതാ. ഇപ്പുറത്ത് ചിക്കൻ, ഇത് കുഞ്ഞമ്മയും മോളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചെറിയ കുഞ്ഞമ്മ ചിക്കൻ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് നമുക്ക് മീനിൻ്റെ പരിപാടി തുടങ്ങണം. അപ്പോൾ എന്തായാലും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ അടുപ്പ് കൂട്ടിയതാണ്. ഇത് കണ്ടില്ലേ, ഇപ്പുറത്ത് ഇവിടെ ഈ പരിപാടി, അപ്പുറത്ത് ചിക്കൻ്റെ പരിപാടി. അപ്പോൾ ഇന്ന് വിശേഷം എന്താണെന്നല്ലേ, വിശേഷം ഞാൻ പറയാം. അപ്പോൾ ഇന്ന് എൻ്റെ മൂത്ത വലിയ കുഞ്ഞമ്മയുടെ മോൻ്റെ ഒരു പെണ്ണൊക്കെ ശരിയായി. അപ്പോൾ അവരുടെ വീട്ടുകാർ ഇന്നിവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഭക്ഷണം 20 പേര് വരും. അപ്പോൾ അവർക്കുള്ള ഫുഡ് കൊടുത്ത് എല്ലാം ഉറപ്പിച്ചിട്ടോ. കല്യാണം നേരത്തെ ഉറപ്പിച്ച് അവിടെ പോയി ഉറപ്പിച്ചു. അന്ന് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതിന് ഭയങ്കര വിഷമമായിരുന്നു കുഞ്ഞമ്മയ്ക്ക്. അപ്പോൾ അത് കാരണവന്മാരും മൂത്തവർ മാത്രം പോയി എല്ലാം റെഡിയാക്കുമായിരുന്നു അവിടെ. അപ്പം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ എന്തായാലും തറവാട്ടിൽ ഇങ്ങോട്ട് അവർ വരുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞമ്മയുടെ മോൾ കേട്ടോ. കല്യാണം കഴിച്ച് 5-6 വയസ്സുള്ളൊരു മോനുണ്ട്. അപ്പോൾ അതാണ് അവർ സാരി, ഇപ്പോൾ മരുമക്കൾക്കാണ് സാരി ഇങ്ങനെ തലയിലിടേണ്ടത്, മക്കൾക്ക് ഇടണമെന്നില്ല കേട്ടോ. മരുമക്കളാണ് തലയിലിങ്ങനെ സാരി ഇടേണ്ടത് കേട്ടോ, മക്കളല്ല. അപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി ഇറക്കി വെച്ചു. ഞാനും കുഞ്ഞമ്മയുടെ മോളും കൂടി എങ്ങനെയല്ലോ പൊന്തിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ചിക്കനെല്ലാം റെഡിയായി. അപ്പോൾ എന്തൊക്കെ ഐറ്റം റെഡിയായി എന്ന് ഞാൻ കാണിച്ചു തരാം. എന്താവശ്യമുണ്ടെങ്കിലും മധുരം, പായസം, പിന്നെ ഇത് ദാഹി ബൈഗൺ എന്ന് പറയും, തൈര്, വഴുതിനിങ്ങ, വെറും ചോറ് ഉച്ചയ്ക്ക്, പിന്നെ ഇത് മിക്സ് വെജ്, കോളിഫ്ലവറൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ഐറ്റമാണ്. ഇത് പിന്നെ അവരുടെ സ്ഥിരം ഐറ്റം പരിപ്പ് കറി. എന്ത് വിശേഷം ഉണ്ടെങ്കിലും പരിപ്പ് കറി, പായസം അത് മെയിനാണ്. പിന്നെ ചിക്കൻ, മീൻ എല്ലാം മിക്സായിട്ടുള്ള ഒരിതും. അപ്പോൾ ചിക്കൻ അവിടെ ആയി. ഇപ്പോൾ ഇവിടെ മീൻ വെച്ചുകൊണ്ടിരിക്കുന്ന മസാല ഞങ്ങളവിടെ വഴറ്റിയില്ലേ, ആ മസാല ഈ ചെമ്പിലേക്ക് ഇട്ടിട്ട് ഇവിടെ ഞാനും കുഞ്ഞമ്മയുടെ മോളും, ഇപ്പം ഞാൻ ഇളക്കുമ്പോൾ അവൾ മസാല ഇടുന്നു, അവളെ ഇളക്കുമ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കുന്നു. അങ്ങനെ കുറച്ച് വീഡിയോ കുറേയൊക്കെ മിസ്സായി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കണമല്ലോ.
അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് അങ്ങോട്ട് മാറിയിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് ഞാൻ മെല്ലെ 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 അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോൾ കുഞ്ഞമ്മയുടെ മോള് അവൾ ഞാൻ പറഞ്ഞു സാരിയൊക്കെ ശരിക്കിട്, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അവൾ വേറെ മൂഡിലായിരുന്നു. പിന്നെയാണ് അയ്യോ വീഡിയോ എടുക്കുകയല്ലേ എന്നിട്ട് വേഗം സാരിയെല്ലാം ശരിക്കിട്ട്. പിന്നെ അപ്പോൾ ഇവൾ എല്ലാം നന്നായിട്ട് ഭക്ഷണമൊക്കെ പാകം ചെയ്യും കേട്ടോ. നല്ലൊരു മോളാണ്, എൻ്റെ നാത്തൂനാണ്. നല്ല ഇതാണ്, എല്ലാവരുമായിട്ട് നല്ല സംസാരിക്കാനും നല്ല സ്വഭാവവും നല്ല കുക്കിംഗ് ചെയ്യാനും ഒക്കെ നല്ല ഇതായിരുന്നു. എൻ്റെ ഏട്ടനെ കൊണ്ട് കെട്ടിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാട്ടോ ഇവളെ. പക്ഷെ അവൾക്ക് അച്ഛനും അമ്മയ്ക്കും ആകെ ഒരു മോളാണ്, അവർ സമ്മതിക്കില്ലായിരുന്നു. അവളെ നല്ലൊരിടത്തേക്കാണ് കെട്ടിച്ച്. ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഞാനൊരിക്കൽ ചെയ്യട്ടെ. നല്ല ഏരിയയിലാണ് അവളെ കെട്ടിച്ചിരിക്കുന്നത്. അവളിപ്പോഴാണ് കുറച്ച് തടി വെച്ചത്. പണ്ട് തടിയൊന്നും ഇല്ലാതെ കാണാൻ മെലിഞ്ഞ് സുന്ദരിയായ പെങ്കൊച്ചായിരുന്നു. ഇപ്പോഴും സുന്ദരി തന്നെയാണ്. എനിക്ക് കുറേ നാത്തുമാരുണ്ട്, പക്ഷെ ഏറ്റവും നല്ല സ്വഭാവവും അച്ചടക്കവും എല്ലാ ജോലികൾ ചെയ്യാനും പെരുമാറ്റവും എല്ലാം കൊണ്ടും നല്ലൊരു മോൾ ഇവളായിരുന്നു. അപ്പോൾ ആങ്ങളേൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ അവൾ ഓടി വന്നു, നമുക്ക് തന്നെ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവളെല്ലാം എത്ര പേര് വന്നാലും അവൾ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പം നമ്മളൊന്ന് കൈസഹായം ചെയ്താൽ മതി. അവളാണ് മെയിൻ കുക്ക് ഇതിൻ്റെയൊക്കെ. അപ്പം നമ്മുടെ മസാലയൊക്കെ റെഡിയായി, ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വഴറ്റി. ഇതാണ് നമ്മുടെ തലക്കറി. ഇത് കണ്ടോ എന്ത് വലിയ തലയാണ്. ഒരു വെറൈറ്റി കറിയാണ്, പക്ഷേ നല്ല ടേസ്റ്റുമാണ്. തലയൊക്കെ ഒന്ന് രണ്ടായിട്ട് ഇങ്ങനെ പൊട്ടിക്കും അവർ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കറി അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആകെ ഏകദേശം ആയിട്ടില്ല. അപ്പോഴത്തേക്ക് അവർ വന്നു കേട്ടോ. വന്നപ്പോൾ അങ്ങ് ഫ്രണ്ടിൽ പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എൻ്റെ അമ്മായപ്പനും പിന്നെ അങ്ങനെ കാരണവന്മാർ കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കുള്ള നമ്മൾ ലേഡീസൊന്നും അങ്ങനെ അവരെ ഫ്രണ്ടിലേക്കൊന്നും പോകില്ല. മോക്ക് പോകാം, കുഞ്ഞമ്മയുടെ മോക്ക് പോകാം. അപ്പോൾ അവർക്കുള്ള വെള്ളം അവർ വന്നപാട് കൂൾ ഡ്രിങ്ക്സും പിന്നെ സ്വീറ്റ്സും കൊടുക്കണം. അതാണ് ഇപ്പോൾ കൊണ്ടുപോയത് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് ചർച്ചകൾ അവിടെ വർത്താനവും സംസാരമൊക്കെ കഴിഞ്ഞ് അപ്പോൾ പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് വിളമ്പുകയാണ്. അപ്പോൾ ചിക്കന് വിളമ്പുകയാണ്. ബാക്കിയെല്ലാം ബക്കറ്റിലൊക്കെ ആക്കിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോയി. ചിക്കൻ ഇവിടുന്ന് ഇങ്ങനെ ഈ തട്ടിൽ ആക്കിയിട്ട് ഓരോ ടിഫിൻ ഇങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ മോനെ വിട്ടിട്ട് മുകളിലത്തെ ഒരു വീഡിയോ ചെറുതായിട്ടൊന്ന് എടുത്തതാണ്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കണമല്ലോ. നമ്മളാരും അങ്ങോട്ട് പോകുന്നില്ലെങ്കിൽ ലേഡീസൊന്നും അങ്ങനെ അങ്ങോട്ടേക്ക് അവരെ മുന്നിലേക്ക് പോകില്ല. ഇതാണ് നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാരണവന്മാരും അവിടെ നിന്ന് വന്നവരും കണ്ടോ. ഒരു ലേഡീസ് പോലും അവിടെ നിന്ന് വന്നിട്ടില്ല, എല്ലാം ആണുങ്ങൾ. ഈ നോക്കുന്നത് ഇപ്പുറത്ത് ഇത് നമ്മുടെ ഒരു മൂത്ത കൊച്ചച്ഛൻ, അങ്ങ് ദൂരെ നിന്ന് ടാറ്റ കാണിക്കുന്നുണ്ട് ഒരു കൊച്ചച്ഛൻ, ഇപ്പുറത്ത് ഉള്ളത് എൻ്റെ അച്ഛൻ. അങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പോൾ ഇവർ എന്തെല്ലോ പറഞ്ഞപ്പോൾ മോനും മടിയായി. മോൻ വേഗം മൊബൈലും ഓഫാക്കിയിട്ട് ഓടി വന്ന്. അപ്പോൾ അവനും മടിയായി. ഇവരെല്ലാം ചിരിച്ച് ഏതാ വീഡിയോ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനും മടിയായി. അവൻ ഓടി വന്നു, വേഗം ഓഫാക്കി. ഞാൻ പറഞ്ഞു കുറച്ചും കൂടിയൊക്കെ കാണിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഈ വീഡിയോയിലൂടെയാണ് കാണുന്നത്. ഇത്രയും പേര് അവിടെ വന്നിരുന്നോ, ഇത്രയും പേരുണ്ടായിരുന്നോ എന്നൊക്കെ. നമ്മൾ ലേഡീസ് കുഞ്ഞമ്മമാർ ഇതാണ് എൻ്റെ അച്ഛൻ കേട്ടോ ഇപ്പോൾ ഒന്ന് ഈ ജാക്കറ്റ് ഇട്ട് പോകുന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോ മിസ്സായി. ഇപ്പോൾ കുഞ്ഞമ്മ പാർസൽ ചെയ്യണം. നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഒന്നും ഇവിടെ എത്തിയിട്ടില്ല, അപ്പോൾ അവരുടെ വീടുകളിലേക്ക് കൊടുത്തു വിടും. അപ്പോൾ കൊച്ചച്ഛനും കുഞ്ഞമ്മയുടെ മോള് മക്കൾക്ക് 2 പേർക്കും കൂടി, മോനും എൻ്റെ മോനൊക്കെ ഭക്ഷണം കൊടുക്കുകയാണ്. ഇപ്പം ഇന്നത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എത്ര പൈസ ഉണ്ടെങ്കിലും എത്ര ഡൈനിങ് ടേബിളോ എന്തുണ്ടെങ്കിലും തറയിലിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണ്. കല്യാണം ആയിക്കോട്ടെ, ഇനി ഒന്നും ഇല്ലെങ്കിൽ കൂടിയും തറയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണത്തോടുള്ള ഒരു ബഹുമാനം എന്നാണ് ഇവർ പറയുന്നത്. അപ്പം പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ വീഡിയോ മിസ്സായി. ഇവരുടെ ചർച്ചയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവരെല്ലാം പോയതിന് ശേഷം നമ്മൾ 3 പേരിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഇവിടെ പുറത്ത് മുറ്റത്ത്. ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയിട്ടില്ല. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന് കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ വരുമ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ മിസ്സായി. അവർ പിന്നെ കാരണവന്മാർ സംസാരിക്കുന്ന ഇടയിൽ നമ്മളങ്ങനെ ഫ്രണ്ടിൽ കയറി ഇരുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഒന്ന് സൈഡായിട്ടൊക്കെയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ മോൻ പിന്നെ കളിയും ചിരിൻ്റെ ബഹളത്തിലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാനും ശരിക്കും പറ്റിയിട്ടില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരും. പിന്നെ ഇനി ഒഡീഷ മാരേജൊക്കെ ഞാൻ കാണിക്കാം. പക്ഷേ കല്യാണമൊക്കെ 4 മാസം കഴിഞ്ഞിട്ടാണ്.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒഡീഷയിൽ മാരേജൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.